ചൈനയ്ക്കും പാകിസ്ഥാനും കൂടുതൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആകാശ യുദ്ധത്തിലെ 5 കഴുകന്മാർ ഇന്ത്യയുടെ ആയുധപുരയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. യുദ്ധാടിസ്ഥാനത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാൻ ശേഷിയുള്ള 5 തേജസ് യുദ്ധവിമാനങ്ങൾ കൂടിയാണ് ഇപ്പോൾ റെഡിയായിരിക്കുന്നത്. ഏകദേശം 5 വർഷത്തിന് മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. എന്നാൽ ഉൽപാദനത്തിന്റെ പ്രധാന ഘടകമായ എയ്റോ എഞ്ചിൻ നൽകേണ്ടത് അമേരിക്കയിലെ ഒരു എയ്റോസ്പേസ് കമ്പനിയായിരുന്നു. എന്നാൽ ഇത് വൈകിയതിനാൽ തന്നെ ഇതിൽ നിലനിൽക്കുന്ന കാലതാമസം കാരണം തന്നെ തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവും അത് നീട്ടിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. തേജസ് MK-1A വിഭാഗത്തിൽപ്പെട്ട ഈ യുദ്ധവിമാനങ്ങൾ ഉടൻ വ്യോമസേനയിലേക്ക് കൈമാറുമെന്നിപ്പോൾ അറിയിച്ചിരിക്കുന്നത് കമ്പനിയായ HAL ആണ്. മറ്റൊരു 9 തേജസ് MK-1A യുദ്ധവിമാനങ്ങൾ കൂടി തന്നെ ഇവിടെ തയ്യാറെടുക്കുന്നതായും ഇവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എഞ്ചിൻ കിട്ടുന്ന മുറയ്ക്ക് എത്രയും വേഗം തന്നെ വ്യോമസേനയ്ക്ക് കൈമാറും എന്നതാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഒറ്റ എഞ്ചിനുള്ള മൾട്ടി റോൾ യുദ്ധവിമാനമായ തേജസ് MK-1A വെല്ലുവിളി ഉയർത്തുന്ന വ്യോമ സാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യാൻ അവിടെ മിടുക്കനായി തന്നെ കരുത്തുറ്റതായി തന്നെ കണക്കാക്കുന്ന ഒരു യുദ്ധവിമാനമാണ്. അതേസമയം തേജസ് ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റാഫേൽ, അതേപോലെ മിറാഷ് 2000, സുഖോയ്, അതുപോലെ തന്നെ ജാഗ്വാർ എന്നിവയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആകാശ യുദ്ധത്തിലെ പ്രധാന പോരാളികളായി തന്നെ പറയപ്പെടുന്നത്. പഴയ തലമുറയിലെ യുദ്ധവിമാനമായ MiG-21നോട് ഇന്ത്യൻ വ്യോമസേന വിട പറഞ്ഞു കഴിയുകയും ചെയ്തു. പകരം തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധരംഗത്ത് സജീവമായി തന്നെ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ആകട്ടെ 38 മുതൽ 40 വരെ തേജസ് MK-1A യുദ്ധവിമാനങ്ങൾ അവിടെ ഇന്ത്യയുടെ കൈവശമുണ്ടെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സംഘത്തിലേക്കാണ് ഇപ്പോൾ പരിഷ്കരിച്ച പതിപ്പായ പുതിയ തേജസ് MK-1A ഇപ്പോൾ എത്തുന്നതും. 36 റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി തന്നെ സ്വകാര്യ അഹങ്കാരമായി പറയാനുള്ളത്. റാഫേൽ നിർമ്മിച്ച ബ്രാഞ്ച് കമ്പനിയായ ഡാഫോൾട്ട് ആകട്ടെ പണ്ട് നിർമ്മിച്ച മിറാഷ് 2000 എന്ന യുദ്ധവിമാനം 45 മുതൽ 50 എണ്ണം വരെയുണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ നിന്നും പഴയ മിറാഷ് 2000 ഇന്ത്യ വാങ്ങാനും ശ്രമിക്കുന്നു. ഇന്ത്യയുടെ കൈവശമുള്ള മിറാഷ് 2000ന്റെ ആ സ്പെയർ പാർട്ടുകൾ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും വ്യക്തമാക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയുടെ കൈവശം 259 മുതൽ 260 വരെ സുഖോയി 30 MK-1 യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 115 മുതൽ തന്നെ 200ഓളം ജാഗ്വാർ യുദ്ധവിമാനങ്ങളും ഇന്ത്യക്കുണ്ട്. ഇത് ശത്രുക്കളുടെ ഉള്ളിലേക്ക് ആഴ്ന്നു ചെന്ന് അല്ലെങ്കിൽ പാഞ്ഞെത്തി ആക്രമിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാണ്. ഇപ്പോൾ 38 മുതൽ 40 വരെ തേജസ് MK-1 യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഈ സംഘത്തിലേക്കാണ് ഇപ്പോൾ പരിഷ്കരിച്ച പുതിയ പതിപ്പുകൾ എത്തുന്നതും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒറ്റ എഞ്ചിനുള്ള ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനമാണ് തേജസ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സും അതേപോലെ തന്നെ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും സംയുക്തമായിട്ടാണ് ഇപ്പോൾ വ്യോമസേനയ്ക്ക് വേണ്ടി തന്നെ തേജസ് വിമാനം വികസിപ്പിക്കുന്നത്. 2003 ആദ്യ തേജസ് വിമാനം പറന്നുയർന്നതും. ഇതേ വർഷമാണ് വിമാനത്തിന് തേജസ് എന്ന പേര് നൽകുന്നതും. അതേപോലെ തന്നെ ഡെലിവറി മിസൈൽ ഘടിപ്പിച്ച തേജസ് വിമാനത്തിന്റെ സ്ക്വാഡ്രൺ ആരെയും ഇതുവരെ ഭയപ്പെടുത്തും വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശബ്ദത്തെക്കാൾ 4 മടങ്ങ് വേഗത്തിൽ കുതിക്കുന്ന ഇസ്രായേൽ നിർമ്മിത മിസൈലുകളാണ് ഡെർബി. അതേപോലെ തന്നെ ദൂരപരിധി 50 കിലോമീറ്റർ എന്നതാണ് അടിസ്ഥാനം. 118 കിലോമീറ്റർ ഉള്ള മിസൈലിന് 23 കിലോ പോർമുന വഹിക്കാൻ ശേഷിയുണ്ട്. തൊടുത്ത ശേഷം ദിശ നിയന്ത്രിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അവിടെ കഴിയും വിധത്തിലുള്ള റഡാർ സംവിധാനം സജ്ജമാക്കിയ മിസൈലിനെ ഏത് കാലാവസ്ഥയിലും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. നീളം 362 മീറ്ററായി തന്നെ ഉയർത്തിയിട്ടുണ്ട്, അതായത് സെന്റിമീറ്ററായി തന്നെ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം റാഫേൽ വിമാനങ്ങളാകട്ടെ ഇതിൽ 36 റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. മറ്റൊരു 26 റാഫേൽ യുദ്ധവിമാനങ്ങൾ നാവികസേനയ്ക്ക് വേണ്ടി ഓർഡർ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് 2028 മുതൽ തന്നെ 2030 വരെയുള്ള കാലയളവിനുള്ളിൽ തന്നെ ലഭ്യമാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറെക്കാലമായി തന്നെ വ്യോമസേന ആവശ്യപ്പെട്ടു പോന്ന മീഡിയം മൾട്ടി റോൾ പോർമുന വിഭാഗത്തിൽപ്പെട്ട റാഫേൽ ഇതിലേക്ക് എത്തുന്നത്. 36 റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. മറ്റൊരു 26 റാഫേൽ യുദ്ധവിമാനങ്ങൾ നാവികസേനയ്ക്ക് വേണ്ടി ഓർഡർ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് 2028 മുതൽ 2030 വരെയുള്ള കാലയളവിനുള്ളിലെ ലഭിക്കൂ എന്നതാണ് മറ്റൊരു വസ്തുത. ഏറെക്കാലമായി തന്നെ വ്യോമസേന ആവശ്യപ്പെട്ടു പോന്ന മീഡിയം മൾട്ടി റോൾ പോർ വിമാനം ആ വിഭാഗത്തിലാണ് റാഫേൽ വരുന്നത്. ഫ്രാൻസിലെ ഒരു കമ്പനിയാണ് ഇത് വികസിപ്പിക്കുന്നത്. 80കളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് 2000 എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതും ഈ ഒരു കമ്പനിയിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.